Dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Once again, a warm welcome to our lecture. Today's our topic is Turkish War of Independence, or Turkey after the World War I. The Treaty of Severus. This treaty was signed with Ottoman Empire on August 10, 1920. After more than 15 months was spent on drawing it up after the end of First World War. വേൾഡ് വാറിൻ്റെ ഏറ്റവും അടുത്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം എന്ന് പറയുന്നത് സെവറസ് ഉടമ്പടിയായിരുന്നു. 1920 ഓഗസ്റ്റ് 10 ഒന്നാം വേൾഡ് വാറിലെ സെൻട്രൽ പവേഴ്സിൻ്റെ ഭാഗമായിരുന്ന ഓട്ടോമൻ തുർക്കിയും അതോടൊപ്പം തന്നെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന സഖ്യകക്ഷികളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും തമ്മിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നമ്മൾ സെവറസ് ട്രീറ്റി എന്ന് പറയും. ഒന്നാം വേൾഡ് വാർ കഴിഞ്ഞ് ഏകദേശം 15 മാസത്തോളം നിരന്തരമായിട്ടുള്ള ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും വിധേയമായിക്കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് Severus Treaty. Great Britain, Italy, France signed it for the victorious Allies. Russia was excluded from the process, and by 1920 America had withdrawn into a policy of isolation. ബ്രിട്ടനും ഇറ്റലിയും ഫ്രാൻസും അടക്കമുള്ള ഒന്നാം വേൾഡ് വാറിൻ്റെ വിജയഭാഗത്തുള്ള സഖ്യകക്ഷികളിലെ രാഷ്ട്രങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. റഷ്യയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം വേൾഡ് വാറിൻ്റെ ഇടക്ക് വെച്ചിട്ട് പിന്മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അമേരിക്ക ഇതിനൊന്നും ഇടപെടാത്ത ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ലോകരാഷ്ട്രങ്ങളിൽ പ്രധാനിയായി അമേരിക്ക കടന്നു വരുന്നത്. സോ ബ്രിട്ടൻ ടുക്ക് എഫക്റ്റീവ് പൊസിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പാലസ്തീൻ ഓൾസോ ടുക്ക് ഓവർ ഇറാഖ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം ലഭിച്ചൊരു രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഫലസ്തീൻ്റെ മേഖലകളെയും അതോടൊപ്പം തന്നെ ഇറാഖിൻ്റെയും ഒക്കെ നിയന്ത്രണം ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടനിലേക്ക് നിക്ഷിപ്തമാകുന്നു. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അതിർത്തി വിഭജനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് സൈക്ക്-പിക്കോട്ട് എഗ്രിമെൻറ്റിലൂടെയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് നമുക്ക് സെവറസ് ട്രീറ്റിയിലെ ഈ ഭൂമിപരമായിട്ടുള്ള വിഭജനങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അനറ്റോളിയ were declared areas of France, took over Syria, Lebanon and some land in southern Anatolia. അതേപോലെ തന്നെ അനറ്റോളിയൻ പ്രദേശങ്ങൾ ഫ്രാൻസിന് മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. സിറിയയും ലബനാനുമൊക്കെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഫ്രാൻസിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദ കിങ്ഡം ഓഫ് ഹിജാസ് വാസ് ഗിവൺ ഫോമൽ ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം. ഒന്നാം വേൾഡ് വാറിലെ ഷെരീഫ് ഹുസൈൻ്റെയൊക്കെ നേതൃത്വത്തിൽ പിന്നീട് മക്കയും മദീനയും അടക്കമുള്ള പ്രദേശങ്ങൾ ഹിജാസ് അടക്കം സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഒട്ടോമനിൽ നിന്ന് വിഭജിച്ചു പോകുന്നു എന്നുള്ളതാണ്. അത് ഉറപ്പാക്കുകയാണ് ട്രീറ്റി ഓഫ് സെവറസ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ബഫർ ഡിക്ലറേഷനിലൂടെ കുറച്ചുകൂടെ ഒരു ജൂതരാഷ്ട്ര പ്രവർത്തനങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രത്യക്ഷത്തിൽ വരുന്നത് നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് മുൻ ചർച്ചകളുടെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് ട്രീറ്റി ഓഫ് സെവറസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്മിർന വാസ് പുട്ട് അണ്ടർ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് ഗ്രീസ് while technically remain with the Ottoman Empire. പേരിന് ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന സ്മിർന അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കൺട്രോള് രാഷ്ട്രീയ അധികാരം ഗ്രീസിന് ഏൽപ്പിക്കുന്നു ട്രീറ്റി പ്രകാരം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗ്രീസ് വാസ് ഓൾസോ ഗിവൻ റൈസിൻ്റെ അധികാരവും ഗ്രീസിന് നൽകി കൊടുക്കുന്നു. ദ ഡാർഡനൽസ് സ്ട്രൈറ്റ് വാസ് മെയ്ഡ് ആൻ ഇൻ്റർനാഷണൽ വാട്ടർവേ വിത്ത് ഓട്ടോമൻ എംപയർ ഹാവിംഗ് നോ കൺട്രോൾ ഓവർ ഇറ്റ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന ഡാർഡനൽസ് സ്ട്രൈറ്റ് കടലിടുക്ക്, ഈ ഡാർഡനൽസ് കടലിടുക്കിനെ യഥാർത്ഥത്തിൽ തുർക്കിയുടെ ഭാഗമാക്കിയിട്ട് മാറ്റുന്നു, ഒരു ഇൻ്റർനാഷണൽ കൺട്രോളിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള ചരക്ക് നീക്കങ്ങൾക്കും യുദ്ധ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതിനൊരു അന്തർദേശീയ ഒരു കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന ആ ഒരു പ്രദേശത്തെ ഒട്ടോമൻസിനൊരു അധികാരവുമില്ലാതെ നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ സഖ്യകക്ഷികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു ട്രീറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട
ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. Certain ports near to Constantinople were declared free zones as they were deemed to be international importance. അതേപോലെ തന്നെ തുർക്കിയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഇസ്താംബൂളിൻ്റെ ചുറ്റുപ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പോർട്ടുകൾ, തുറമുഖ പട്ടണങ്ങളൊക്കെ ഒരു ഫ്രീ സോണായിട്ട്, ഒരു രാജ്യത്തിനും നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള, എല്ലാവർക്കും അവിടെ വരാനും തങ്ങൾക്ക് ആവശ്യമുള്ള കച്ചവടവും മറ്റുമൊക്കെ നടത്താനുമുള്ള ഒരു ഫ്രീ സോൺ ഏരിയ ആയിട്ട് അത് നിലനിർത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ലൈക്ക് അത് ഡിഫീറ്റഡ് സെൻട്രൽ പവേഴ്സ്, ദ ഓട്ടോമൻ എംപയർ ഹാഡ് മിലിറ്ററി റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ഓൺ ഇറ്റ്. അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, പരാജയപ്പെട്ട സെൻട്രൽ പവേഴ്സിൻ്റെ മേലെ എല്ലാം അലീഡ് പവേഴ്സ് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ബാധ്യതയായിരുന്നു സൈനികപരമായിട്ടുള്ള നിയന്ത്രണങ്ങളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഓട്ടോമൻ സൈന്യത്തിനും അല്ലെങ്കിൽ ഓട്ടോമൻ ഭരണകൂടത്തിനും അത് നേരിടേണ്ടി വന്നു. ദ ഓട്ടോമൻ ആർമി വാസ് ലിമിറ്റഡ് ടു 15,000 men and Air Force was forbidden, and the Navy was limited to 13 boats, 6 schooners and 7 torpedo boats. സൈനികപരമായിട്ടുള്ള ബലം 50,000 ലിമിറ്റ് ചെയ്തു, പരിധിപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എയർഫോഴ്സിന് ഉപയോഗിക്കാനുള്ള ഒരു അവകാശവും തുർക്കിക്കുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നാവൽ ഫോഴ്സിനകത്ത് വെറും 13 ബോട്ടുകൾ, അതിൽ തന്നെ സ്കൂണേഴ്സ് 6 ടോർപിഡോ ബോട്ട്സുകൾ 7 അടക്കമുള്ള പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സൈനികപരമായിട്ടുള്ള അവരുടെ പങ്കാളിത്തത്തെ കുറച്ച് കൊണ്ടുവന്ന് തങ്ങൾക്കുള്ള ഭീഷണിയെ മാറ്റുന്നതിന്, അതല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് നിതാന്ത ജാഗ്രത നമുക്ക് സെവറസ് ട്രീറ്റിയിലൂടെ അലീഡ് പവേഴ്സ് കാണിച്ചത് ശ്രദ്ധിക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ അലൗഡ് ദി അലീസ് ടു സൂപ്പർവൈസ് ദീസ് മിലിറ്ററി ടേംസ്. മാത്രമല്ല തുർക്കിയുടെ സൈനിക കാര്യങ്ങളിൽ നിരന്തരമായിട്ട് ഒരു മേൽക്കോയ്മ, ഒരു മേൽ നിയന്ത്രണ അധികാരം അലീഡ് പവേഴ്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ മിലിറ്ററി നിയമങ്ങളും മറ്റുമൊക്കെ സെൻസർ ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനുമുള്ള അവകാശം ഇവർ അലീഡ് പവേഴ്സ് ഏറ്റെടുത്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഫിനാൻഷ്യൽ കൺട്രോൾ ഹാൻഡഡ് ഓവർ ടു അലീസ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്, ഫിനാൻഷ്യൽ കൺട്രോളിനെ അലീഡ് പവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇൻക്ലൂഡഡ് കൺട്രോൾ ഓഫ് ദ ഓട്ടോമൻ ബാങ്ക്, കൺട്രോൾ ഓവർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്, കൺട്രോൾ ഓഫ് ദി നാഷണൽ ബഡ്ജറ്റ്, കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റെഗുലേഷൻസ്, റിക്വസ്റ്റ് ഫോർ ലോൺസ് ആൻഡ് റിഫോം ഓഫ് ദ ടാക്സ് സിസ്റ്റം. അടിമുടി ഓട്ടോമൻ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഒരു സാമ്പത്തിക വിധേയത്വം ഓട്ടോമൻസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് സെവറസ് ട്രീറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓട്ടോമൻ ബാങ്കുകളെ നിയന്ത്രിക്കുന്നു, അതേപോലെ തന്നെ കയറ്റുമതിയും ഇറക്കുമതിയെയും നിയന്ത്രിക്കപ്പെടുന്നു. അതേപോലെ തന്നെ നാഷണൽ ബഡ്ജറ്റ് എങ്ങനെയാണ് തുർക്കിയുടെ ദേശീയ ബഡ്ജറ്റ് രൂപപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ വിദേശ രാജ്യങ്ങളായിട്ട് മാറുന്നു. ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കേണ്ടതുണ്ട്, ലോണുകളും ടാക്സുകളും എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ പിന്നെ അത് രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നു അലീഡ് പവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടോമൻ തുർക്കി ഭരണകൂടത്തെ ഒരു നോമിനൽ പവറാക്കി മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ചില നിബന്ധനകളാണ് സെവറസ് ട്രീറ്റിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ അലീഡ് കൺട്രോൾഡ് ഓവർ ഡെപ്റ്റ് റീപേയ്മെൻറ്റ്, കൺട്രോൾഡ് ഈവൻ ഡെപ്റ്റ് റീപേയ്മെൻറ്റ്. അലീഡ് പവേഴ്സ് തുർക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ എടുത്തിരുന്ന കടങ്ങളെ, ലോണുകളുടെ മേൽ നിയന്ത്രണങ്ങൾ പോലും അലീഡ് പവേഴ്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പുതിയ തരത്തിലുള്ള അത്തരം ഇടപെടലുകളിൽ പരിപൂർണമായിട്ടും നിയന്ത്രിക്കുന്നതിൽ അലീഡ് പവേഴ്സിൻ്റെ ഈ പറയപ്പെട്ട സ്വാധീന രാജ്യങ്ങൾക്കായിരുന്നു അവകാശം എന്നുള്ള തരത്തിലാണ് സെവറസ് ട്രീറ്റി മുന്നോട്ട് വെക്കുന്നത്. വൺ ഓഫ് ദ ടേം ഓഫ് ദിസ് വാസ് ദാറ്റ് ഓൺലി ഫ്രാൻസ്, ഇറ്റലി ആൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ കുഡ് ബി ഡെപ്റ്റ് ബോൺ ഹോൾഡേഴ്സ്. ഈ തുർക്കിയുടെ സാമ്പത്തിക ഇടപാടിൽ പ്രധാനമായിട്ടും ഇനി നിയന്ത്രണം കണ്ട ഈ 3 രാജ്യങ്ങൾ, ഫ്രാൻസും ഇറ്റലിയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾക്കായിരിക്കും ഇവരുമായിട്ട് സാമ്പത്തിക കൈകാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശ കടങ്ങളും മറ്റുമൊക്കെ എടുക്കാനുള്ള ബോൺ ഹോൾഡേഴ്സ് എന്നുള്ള നിലക്കുള്ള അവകാശം എന്നുള്ളതായിരുന്നു അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നിയന്ത്രണം എന്നുള്ളത്. ദ ഓട്ടോമൻ എംപയർ വാസ് ഓൾസോ ഫോർബിഡൻ ഫ്രം ഹാവിംഗ് എനി എക്കണോമിക് കൊളാബറേഷൻ വിത്ത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആൻഡ് ബൾഗേറിയ. അതിലേറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു നിബന്ധന നമുക്ക് കാണാൻ പറ്റുന്നത്, ഒട്ടോമൻ ഭരണകൂടത്തിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഈ സെൻട്രൽ പവേഴ്സിൻ്റെ ഭാഗമായി ജർമ്മനിയോ ഓസ്ട്രിയയോ ഹംഗറിക്കോ ബൾഗേറിയയോ നിന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അലീഡ് പവേഴ്സിന് കൂടുതൽ തുർക്കിയിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിലായിരുന്നു സെവറസ് ട്രീറ്റി
മുന്നോട്ട് വെച്ചിരുന്നത്. ദ ട്രീറ്റി വാസ് റിജക്റ്റഡ് ബൈ മുസ്തഫ കമാൽ അത്താതുർക്ക്. സ്വാഭാവികമായിട്ടും തുർക്കിയുടെ അന്തസ്സത്തെ, സ്വാതന്ത്ര്യത്തെ, തുർക്കിയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈയൊരു ട്രീറ്റി ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള മുസ്തഫ കമാൽ, പിന്നീട് അത്താതുർക്ക്, ദ ഫാദർ ഓഫ് തുർക്കി എന്ന പേരിൽ ചരിത്രം വിളിക്കുന്ന അത്താതുർക്ക് അവഗണിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിരസിച്ചു എന്നുള്ളതാണ്. ഹു സെക്യൂർഡ് റീഡെഫിനിഷൻ ഓഫ് ദ തുർക്കി ബോർഡേഴ്സ് ബൈ ദ ട്രീറ്റി ഓഫ് ലോസൺ. അങ്ങനെയാണ് പിന്നീട് 923 920 സെവറസ് ട്രീറ്റിയെ മാൻ ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് ലോസന്നെ ട്രീറ്റി കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ ട്രീറ്റി ഓഫ് സെവറസിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് നാം മനസ്സിലാക്കുക. മറ്റൊന്ന് നമുക്ക് ഈ ഭാഗത്ത് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്രമാണ് ടർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. May 1919, July 24, 1923. മെയ് 19, 1919 മുതൽക്ക് 24 ജൂലൈ 1923 വരേക്ക് തുർക്കിയുടെ പ്രദേശങ്ങളിൽ വിദേശ രാജ്യങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളെയാണ് നമ്മൾ ടർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. This is a war fought between Turkish nationalists and the proxies of allies, namely Greece on the western front, Armenia on the eastern, France on the southern, and with them the United Kingdom and Italy in Constantinople. അലിയഡ് പവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിൽ തുർക്കിയുടെ വിവിധ മേഖലകളിൽ തുർക്കി ദേശീയവാദികൾക്ക് പ്രയാസകരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെയാണ് നമ്മൾ ടർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുർക്കി വാണ്ട് their own power and their own control over the government. Of course, it led to the founding of the Republic of Turkey. തീർച്ചയായിട്ടും ടർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് പിന്നീട് തുർക്കി എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കൻ രാജ്യത്തിന് രൂപപ്പെടുത്തുമെന്ന് നമുക്ക് കാണാൻ പറ്റും. On October 13, 1918, the Armistice of Madras was signed between the Ottoman Empire and the allies of the World War I, bringing hostilities in the Middle East. നാം പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ 30, 1918 ഒന്നാം വേൾഡ് വാറിൻ്റെ യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെക്കുന്നു അലിയഡ് പവേഴ്സും അതേപോലെ തന്നെ ഒട്ടോമൻ തുർക്കിയും. സ്വാഭാവികമായിട്ടും ഇത് ഈ മധ്യധരണ്യയിൽ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളും രാഷ്ട്രീയ വിരോധാഭാസങ്ങൾക്കും ഹേതുവാകുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അലിയഡ് പവേഴ്സ് നിരന്തരം ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. The occupation of some parts of the country by the allies in the aftermath of the World War I prompted the establishment of the Turkish national movement. നാം മുന്നേ പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ തുർക്കി ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത് യൂറോപ്യൻസിൻ്റെ അനാവശ്യമായിട്ടുള്ള ഒരു ഇൻവേർഷൻ ഓഫ് ദി ടർക്കിഷ് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കടന്നുകയറ്റത്തെ തടയിടുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദേശീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് പിന്നീട് അലിയഡ് പവേഴ്സിന് ഒന്നാം വേൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ കടന്നുകയറ്റങ്ങളെ ചെറുത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. The treaty granted allies the right to occupy forts controlling the strait of the Dardanelles and Bosphorus and the right to occupy in case of disorder any territories in case of a threat to the security. യഥാർത്ഥത്തിൽ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുദ്ധവിരാമ കരാറിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ നേടിയെടുത്തിരുന്നത് തുർക്കിയുടെ മേൽ അനാവശ്യമായിട്ട് കടന്നു കയറാനുള്ള അവകാശമായിരുന്നു എന്നുള്ളതാണ്. സ്ട്രൈറ്റും ഡാർഡനൽസ് പ്രദേശങ്ങൾ നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്നു. ബോസ്ഫറസ് മേഖലകളിലേക്ക് കടന്നു കയറാൻ അവർ ശ്രമിക്കുന്നു. ഏത് പ്രദേശങ്ങളിലേക്കും അവിടെ സമാധാനമില്ല എന്ന് കണ്ടാൽ കടന്നു കയറുന്നതിനുള്ള ചില പ്രത്യേക സൗകര്യങ്ങൾ ഇത്തരം നിബന്ധനകളിലൂടെ ഉറപ്പാക്കിയിരുന്നു അലിയഡ് പവേഴ്സ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഫാൾ ഓഫ് ദി 1919 with the authorization of Supreme Allied War Council, Greeks occupied Adrianople or Edirne. ഒന്നാം വേൾഡ് വാറിൻ്റെ ശേഷം പിന്നീട് തങ്ങൾക്ക് കിട്ടിയ അധികാരത്തിൻ്റെ ബലത്തിൽ സുപ്രീം അലിയഡ് വാർ കൗൺസിൽ നൽകിയിട്ടുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീക്കുകാർ എഡിർനയിലേക്ക് കടന്നു കയറുന്നു സൈനികപരമായിട്ട്. ബർസ ആൻഡ് ഇസ്മിർ ആൻഡ് മൂവ് ടു ഉസാക്ക് ഇൻ 175 കിലോമീറ്റർ ഫാർ ഇൻലാൻഡ് ഓഫ് ഇസ്മിർ വിത്തൗട്ട് എനി ഒപ്പോസിഷൻ. അങ്ങനെ ഈ സൈന്യം പിന്നീട് ബർസയിലേക്കും ഇസ്മീറിലേക്കും ഒക്കെ മുന്നേറുകയും 125 കിലോമീറ്റർ ഉൾപ്രദേശമായിട്ടുള്ള
ഉസാക്കിലേക്ക് വരേക്ക് കടന്നു കയറാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധിച്ചു, പ്രത്യേകിച്ചൊരു എതിർപ്പുമില്ലാതെ എന്നുള്ളതാണ്. കാരണം ഇത് തങ്ങളുടെ അവകാശമാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ബാധ്യതയാണ് എന്നുള്ള സ്വയം വിലയിരുത്തലായിരുന്നു ഈ സമൂഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാൻ തുർക്കിക്കാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ബട്ട് സൂൺ ദ നാഷണലിസ്റ്റ് കോസ് വാസ് സ്ട്രെങ്തൻ ഇൻ 1920s ബൈ സീരീസ് ഓഫ് ബ്രില്യൻ വിക്ടറീസ്. എന്നാൽ ആദ്യഘട്ടത്തിലെ ഇനീഷ്യൽ സ്റ്റേജിലെ ഈ ഒരു മൂവ്മെൻറ്റ് വളരെ പെട്ടെന്നാണ് തുർക്കിക്കാർക്കിടയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ സ്പിരിറ്റ് കടന്നു വരുന്നതിന് കാരണമായത്. ഗ്രീസിൻ്റെ ഈ ഒരു കടന്നുകയറ്റത്തെ എതിരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയ സൈന്യങ്ങൾ വളരെ പെട്ടെന്ന് 1920കളോടുകൂടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അത്തരം സൈന്യങ്ങൾ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ട്വൈസ് ഇൻ ജനുവരി ആൻഡ് ഏപ്രിൽ ഇസ്മത് പാഷ ഡിഫീറ്റഡ് ദി ഗ്രീക്സ് ഇൻ ഇനേനു പ്രദേശത്ത് വെച്ചിട്ട് ഇസ്മത് പാഷ ഈ 2 വലിയ വിജയങ്ങൾ ഈ ഗ്രീക്ക് സൈന്യത്തിനെതിരെ നേടുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇസ്മത്ത് ഇനേനു എന്ന പേരിലേക്ക് മാറുന്നു നമുക്ക് കാണാൻ പറ്റുന്നു. ഇനേനു ബാറ്റിലൂടെ ഈ കടന്നുകയറ്റക്കാർ അലീഡ് പവേഴ്സിനെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചതിൻ്റെ ഒരു പട്ടം ചാർത്തലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളത്. ഇൻ ജൂലൈ, in the face of third offensive under Mustafa Kemal, nationalist army decisively defeated the Greeks in the 20-day battle. മറ്റൊരു പ്രധാനപ്പെട്ട വിജയം നമുക്ക് കാണാൻ പറ്റുന്നത് ബാറ്റിൽ ഓഫ് സക്കറിയ എന്ന് പറയുന്ന സക്കറിയ നദീ തീരങ്ങൾ വെച്ചുകൊണ്ട് മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് നമുക്ക് കാണാൻ പറ്റുന്നു. 20 ദിവസത്തോളം ശക്തമായ പോരാട്ടത്തിലൂടെ തുർക്കി ഗ്രീസിൻ്റെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ യുദ്ധത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇംപ്രസ്ഡ് ബൈ ദ viability of national force, both France, Italy had withdrawn from Anatolia by October 1921. തുർക്കിയുടെ ശക്തമായി ചെറുത്തുനിൽപ്പിന് ബോധ്യം വന്ന അതല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് 1921 ഒക്ടോബറോടുകൂടി തന്നെ അനറ്റോളിയയിൽ നിന്ന് 2 പ്രബല അലീഡ് കക്ഷികളായിട്ടുള്ള ഫ്രാൻസും ഇറ്റലിയും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നു എന്നുള്ളതാണ്. റഷ്യ, ദ ഫസ്റ്റ് യൂറോപ്യൻ പവർ, റെക്കഗ്നൈസ്ഡ് ന്യൂ ബൗണ്ടറീസ് ബിറ്റ്വീൻ ടു ആൻ അർമേനിയൻ അബ്സോർപ്ഷൻ. അർമേനിയയുടെ പേരിലുണ്ടായിരുന്ന റഷ്യയും തുർക്കിയും ഉണ്ടായിരുന്ന തർക്കത്തിന് പരിഹാരമാകുന്നു. മാത്രമല്ല റഷ്യയും തുർക്കിയുമാണ് ആദ്യമായിട്ട് രാഷ്ട്രപരമായിട്ടുള്ള അതിർത്തി വിഭജനത്തിൽ ഒരു സമവായത്തിലെത്തുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ തുർക്കിയുടെ മുന്നേറ്റങ്ങൾ അംഗീകരിക്കാൻ അലീഡ് പവേഴ്സിലെ രാഷ്ട്രങ്ങൾ പിന്നീട് തയ്യാറാവുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. Anyway, the final drive against the Greeks began in August 1922 with a battle called as the Battle of Commander-in-Chief. തുർക്കിയിലെ ഹീറോ ആയിട്ട് മുസ്തഫ കമാലിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ബാറ്റിൽ ഓഫ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന യുദ്ധത്തിലൂടെയാണ്. ഓഗസ്റ്റ് മാസത്തിൽ അതിശക്തമായിട്ട് ഗ്രീക്ക് സൈന്യത്തിനെതിരെ നേടിയ തുർക്കിയുടെ ദേശീയ സൈന്യത്തിൻ്റെ വിജയം, അതിന് നേതൃത്വം നൽകിയ മുസ്തഫ കമാൽ പിന്നീട് തുർക്കിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നതൊക്കെ ഇതിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇതോടുകൂടെ ഗ്രീക്കുകാരുടെ പിന്മാറ്റത്തിൻ്റെ ഒരു ഘട്ടം തുടങ്ങുകയായി. ഇൻ സെപ്റ്റംബർ, Turks moved into Izmir and recaptured the city. Unfortunately, the Greeks burned the city before they pulled out. ഇസ്മിർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തുർക്കിക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ച പ്രദേശങ്ങളിലേക്ക് തുർക്കി സൈന്യം കടന്നു കയറുന്നു. അവർ ഗ്രീക്കിൻ്റെ സൈനിക താവളങ്ങളെല്ലാം നിരപ്പാക്കിക്കൊണ്ട് ഗ്രീസ് സൈന്യത്തെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പരിശ്രമം നടത്തുന്നു. എന്നാൽ ഇസ്മിർ പട്ടണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നതിന് മുമ്പ് ഇസ്മിർ പട്ടണത്തെ ചാമ്പലാക്കിക്കൊണ്ടാണ് അലീഡ് പവേഴ്സിൻ്റെ യുദ്ധക്കപ്പലുകളിലേക്ക് തുർക്കി സൈന്യം പോയത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഇസ്മിർ പട്ടണത്തെ കേവലം ചാരമാക്കിയിട്ടാണ് അവരവിടുന്ന് പിറകോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ചരിത്രം പറയുന്നത് തുർക്കിക്കാർക്ക് ഒന്നും എടുക്കാനില്ലാത്ത രീതിയിലാണ് ഈ ഒരു ഇസ്മിർ പട്ടണത്തെ ഈ കടന്നുകയറ്റക്കാർ നശിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് തുർക്കിയുടെ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത്തരം യുദ്ധങ്ങളിലൂടെ തിരിച്ചടികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ കംപ്ലൈൻറ്റ് വിത്ത് ദ ആർമിസ്റ്റിക് മുദന്യ നിയർ ബർസ കൺക്ലൂഡഡ് ഇൻ ഒക്ടോബർ, റിമൈനിങ് ഗ്രീക്ക് ട്രൂപ്സ് വിഡ്രോ ബിയോണ്ട് മറീഷ്യ റിവർ. സ്വാഭാവികമായിട്ടും ഏതൊരു യുദ്ധത്തിൻ്റെയും യുദ്ധഗ്രാമം പോലെ തന്നെ ഈ ഒരു മുന്നേറ്റത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടെ തന്നെ ഒരു ആർമിസ്റ്റേഴ്സ് മുദന്യ എന്ന് പറയുന്ന ഒരു മുദന്യ യുദ്ധ കരാർ രൂപപ്പെടുത്തുന്നു. വർഷക്കടുത്തുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് അത് രൂപപ്പെടുത്തുന്നത്. അത് പ്രകാരം
മറീഷ്യ റിവറിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് ഗ്രീക്കുകാർ തങ്ങളുടെ എല്ലാ സൈനിക നിയന്ത്രണങ്ങളും ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തുർക്കിയുടെ ഇപ്പോൾ ആധുനിക തുർക്കിയുടെ ഒരു ജോഗ്രഫിക്കൽ മാപ്പിലേക്ക് തിരിച്ചു പോകുന്നത് ഈ ഒരു ഉടമ്പടിയിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. And the armistice allowed an allied presence in Strait and Istanbul until a comprehensive settlement reached. ഈ ഉടമ്പടി പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രൈറ്റിൻ്റെ നാം നേരത്തെ പറഞ്ഞ പോലെ ഡാർഡനൽസ് കടലിടുക്കിൻ്റെ ഉത്തരവാദിത്തത്തിൽ അലീഡ് പവേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകുമെന്നുള്ളതാണ്. എപ്പോഴേക്ക് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് അതിലെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത് വരേക്ക് എന്ന് മറ്റൊരു ഉടമ്പടിയായിട്ട് നമുക്ക് Armistice മുദന്യയിൽ കാണാൻ സാധിക്കുന്നു. By September 18th, 1922, the occupying armies were expelled. The occupying armies were expelled and the Ankara-based Turkish regime, which had declared itself legitimate government of the country on April 23rd, 1920, started to formalize the legal transition from the old Ottoman into a new republican political system. അങ്ങനെ തുർക്കി സൈന്യത്തിൻ്റെ പിന്മാറ്റം അല്ലെങ്കിൽ അലീഡ് പവേഴ്സിൻ്റെ തുർക്കി രാഷ്ട്രത്തിൽ നിന്നുള്ള പിന്മാറ്റം പുതിയ ഒരു രാഷ്ട്രീയ സ്വഭാവം തുർക്കിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സെപ്റ്റംബർ 18, 1922 എല്ലാ ഓക്യുപ്പൈങ് ആർമികളെയും പുറത്താക്കാൻ അവർക്ക് സാധിക്കുന്നു. അങ്ങനെ അങ്കാറ ബേസ് ചെയ്തിട്ട് മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിൽ 1919 മാർച്ച് മാസത്തിൽ സംസൂൺ എന്ന് പറയുന്ന അങ്കാറയിലെ പ്രദേശത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നതോടുകൂടെ തുർക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ തരത്തിലാണ് പിന്നീട് അദ്ദേഹം സൈനികപരമായിട്ടുള്ള നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതും അവിടെ ഒരു തുർക്കി ദേശീയവാദികളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു അങ്കാറ ബേസ്ഡ് ഭരണമാണ് പിന്നീട് കാണാൻ പറ്റുന്നത്. ഇസ്താംബുൾ ബേസ്ഡ് ഓട്ടോമൻ നോമിനൽ പവേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ അങ്കാറ ബേസിൽ ദേശീയവാദികളുടെ ദേശീയ പ്രസ്ഥാനക്കാരുടെ ഒരു ഗവൺമെൻറ് രൂപപ്പെടുത്തുന്നു മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിൽ. Then they had declared itself the legitimate government of the country on April 23, 1920. 1920 ഏപ്രിൽ 23 തങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ ഭരണം എന്ന് ഭരണ സംവിധാനം ഗവൺമെൻറ് എന്നുള്ളൊരു വാദത്തിലേക്ക് അവർ കടന്നു വന്നിരുന്നു. ദെൻ അങ്ങനെ പിന്നീട് ഒട്ടോമൻ തുർക്കിയുടെ മേൽ അല്ലെങ്കിൽ ഒട്ടോമൻ തുർക്കിയുടെ ഭരണ സ്വാധീനത്തെ മാറ്റിക്കൊണ്ട് റിപ്പബ്ലിക്കൻ തുർക്കിയെ രൂപപ്പെടുത്തുന്നതിന് ഈ തുർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കാരണമായി എന്ന് നമുക്ക് പറയാൻ പറ്റും. November 1, on November 1st, 1922, the Turkish parliament in Ankara formally abolished the Sultanate, ending 23 years of monarchical Ottoman rule. 1922 നവംബർ 1 അങ്കാറ പാർലമെൻറ്റ് കൂടി GNA ഗ്രാൻഡ് നാഷണൽ അസംബ്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന GNA കൂടിക്കൊണ്ട് ഒട്ടോമൻ സുൽത്താനേറ്റിനെയും ഖാലിഫേറ്റ്സിനെയും വിഭജിച്ചുകൊണ്ട് അതിൽ സുൽത്താനേറ്റ് നിരോധിക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടി 623 വർഷത്തോളം തുർക്കിയുടെയും ലോകത്തിൻ്റെയും പ്രബലമായ ഭരണകൂടമായ ഒട്ടോമൻസ് ഇല്ലാണ്ടാവുന്നു എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒട്ടോമൻ ഖാലിഫേറ്റ്സ് നിലനിൽക്കുമ്പോൾ തന്നെ ഒട്ടോമൻ ഭരണകൂട തകർച്ച അവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. ദ ട്രീറ്റി ഓഫ് ലോസനെ ഓൺ July 24, 1923 led to international recognition of the sovereignty of the newly formed Republic of Turkey as the successor state of the Ottoman Empire. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒട്ടോമൻ തുർക്കിയുടെ അന്തസ്സത്തെ തിരിച്ചെടുക്കുന്നത് 1923 ജൂലൈ 24 വന്നിട്ടുള്ള ലോസന്നെ ട്രീറ്റിയിലൂടെയാണ് എന്നുള്ളതാണ്. അതോടുകൂടെ അങ്കാറ ഗവൺമെൻറ്റിൻ്റെ ഒരു പരമാധികാരം ലഭിക്കുകയും മാത്രമല്ല തുർക്കിയുടെ ഭരണകൂടമാണ് അങ്കാറയിലുള്ളത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും മറികടക്കാൻ ഇതിലൂടെ തുർക്കികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ റിപ്പബ്ലിക് വാസ് ഒഫീഷ്യലി പ്രൊക്ലൈംഡ് ഓൺ October 29, 1923 ഇൻ അങ്കാറ, ദ കൺട്രീസ് ന്യൂ ക്യാപിറ്റൽ. അങ്ങനെ 1923 ഒക്ടോബർ 29 തുർക്കി ഒരു ഒഫീഷ്യൽ രാഷ്ട്രമായിട്ട് അങ്കാറ അതിൻ്റെ തലസ്ഥാന നഗരിയായിട്ട് ഈ പുതിയ ഭരണകൂടം പ്രഖ്യാപിക്കുന്നതോടുകൂടെ തുർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഡിയേഴ്സ്, here is the last part of this lecture, the Treaty of Lausanne. Lausanne, a peace treaty officially concluding World War I in the Middle East, which signed between Turkey, heir to the defunct Ottoman Empire, and the Allied powers, including Britain, France, Italy and Japan. This treaty was signed in Lausanne in Switzerland on 24th July 1923. Of course, it replaced the 1920s Treaty of Sevres following the Turkish War of Independence. 1923
ജൂലൈ 24 സ്വിറ്റ്സർലൻഡിലെ ലോസന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് തുർക്കി ഭരണകൂടവും അതോടൊപ്പം തന്നെ അലീഡ് പവേഴ്സിലെ പ്രധാനികളായിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കരാറിനെയാണ്, അതല്ലെങ്കിൽ ഒന്നാം വേൾഡ് വാറിൻ്റെ യഥാർത്ഥ അന്ത്യം കുറിച്ചിട്ടുള്ളൊരു കരാറാണ് ലോസന്നെ ട്രീറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെവറസ് ട്രീറ്റിയിൽ പങ്കാളികളാവാതിരുന്ന റഷ്യ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ലോസന്നെ ട്രീറ്റി വരുന്നതോടുകൂടെ വിച്ച് റീപ്ലേസ് ദി 1920 ട്രീറ്റി ഓഫ് സെവറസ്, ടർക്കിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിക്കൊണ്ടിരുന്ന ഈ സെവറസ് ട്രീറ്റി ഈ പുതിയ ട്രീറ്റി വരുന്നതോടുകൂടെ പ്രാബല്യത്തിൽ ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ് ലോസന്നെ ട്രീറ്റിയുടെ മറ്റൊരു പ്രാധാന്യം എന്നുള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദി October 1922 ദ അലീഡ് ഇൻവൈറ്റഡ് ബോത്ത് അങ്കാറ ആൻഡ് ഇസ്താംബുൾ ഗവൺമെൻറ്റ്സ് ടു എ കോൺഫറൻസ് അറ്റ് ലൂസന്നെ. 1922 ഒക്ടോബർ മാസത്തിൽ തുർക്കിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന അലീഡ് കക്ഷികളെല്ലാം സ്വിറ്റ്സർലൻഡിലെ ലൂസന്നയിലേക്ക് ഒരു കോൺഫറൻസിന് മാറ്റി തുർക്കിയിലെ 2 ഭരണകൂടങ്ങളെയും, ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്, ഇസ്താംബൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒട്ടോമൻ ഭരണകൂടത്തെയും അങ്കാറ കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയ ദേശീയവാദികളുടെ ഗ്രാൻഡ് നാഷണൽ അസംബ്ലി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണകൂടത്തെയും ഇത് കോൺഫറൻസിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അതും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആദ്യമായിട്ട് അങ്കാറ ഗവൺമെൻറ്റിന് ഒരു രാഷ്ട്രീയ സമത്വം നൽകുന്നത് ഈ ഒരു കോൺഫറൻസിലേക്കുള്ള ക്ഷണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുവരെയൊക്കെ ഒരു പ്രാദേശിക അല്ലെങ്കിൽ അങ്കാറ ഗവൺമെൻറ് എന്നുള്ളത് തുർക്കിയുടെ ഔദ്യോഗിക ഭരണകൂടമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ തങ്ങളാണ് ഔദ്യോഗികം എന്നുള്ള വാദം അവർ നന്നായിട്ട് നടത്തുകയും ചെയ്തിരുന്നു. അത്തതുർക്ക് വാസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദ നാഷണലിസ്റ്റ് ഗവൺമെൻറ് വാസ് ദി ഓൺലി സ്പോക്ക്മാൻ ഫോർ തുർക്കി. സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് ഈ ഒരു ക്ഷണം കിട്ടുന്നതോടുകൂടെ ദുർബലമായ ഓട്ടോമൻ ഭരണകൂടത്തിന് ഇനി തുർക്കിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള നിലപാടായിരുന്നു ദേശീയവാദികൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന അത്താതുർക്ക് തീർച്ചയായിട്ടും തുർക്കിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി അങ്കാറയിലെ ദേശീയ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്നു. In November 1922, GNA passed a resolution that separated the office of Sultan and Caliph and abolished the former. ഇതിൻ്റെ ഭാഗമായിട്ട് 1922 ഗ്രാൻഡ് നാഷണൽ അസംബ്ലി ഒരു പ്രമേയം പാസ്സാക്കുകയും അതുപ്രകാരം ഒട്ടോമൻ സുൽത്താനും ഖാലിഫേറ്റ്സിനെയും, ഖാലിഫേറ്റ് റിലീജിയസ് പോസ്റ്റ്, അതിനെ ഈ അധികാരത്തിന് ഗവൺമെൻറ്റിൻ്റെ സുൽത്താൻ്റെ ഭരണ സ്വാധീനത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുന്നു. രണ്ടും 2 ഭാഗങ്ങളായിട്ട് ഒട്ടോമൻ ഭരണകൂടവും ഇസ്ലാമിക് ഖാലിഫേറ്റ്സിനെയും 2ആക്കി മാറ്റുന്ന ഒരു നിബന്ധന 1922 GNA നവംബറോടുകൂടെ പാസ്സാക്കുന്നു. ദെൻ അസംബ്ലി ഫർദർ അബോളിഷ് ഓട്ടോമൻ എംപയർ. അങ്ങനെ ആ സുൽത്താനും ഖാലിഫേറ്റ്സും മതപരമായിട്ടുള്ള ഖാലിഫേറ്റ്സ് നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സുൽത്താനേറ്റിനെ അവരിൽ നിന്ന് അടർത്തി മാറ്റുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഓട്ടോമൻ സുൽത്താനേറ്റിൻ്റെ എംപയറിനെ അബോളിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഈ തുർക്കിയുടെ രാഷ്ട്രീയ നിയന്ത്രണത്തിൽ ഈ ഒട്ടോമൻ ഭരണകൂടം ഇല്ലാത്ത തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദ് VI വെൻറ്റ് ഇൻ ടു എക്സൈൽ ഓൺ മാൾട്ട. അങ്ങനെ അവസാന അക്കാലഘട്ടത്തിലെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് 6 മാൾട്ടയിലേക്ക് രക്ഷപ്പെടുന്നു. അവിടെ പിന്നീട് അഭയാർത്ഥിയായിട്ട് ജീവിക്കുന്നു. ആൻഡ് ഹിസ് കസിൻ അബ്ദുൽ മജീദ് വാസ് നെയിംഡ് ഖാലിഫ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആയിട്ട് അബ്ദുൽ മജീദിനെ നമുക്ക് ഓട്ടോമൻ ഭരണാധികാരിയായിട്ട്, അവസാനത്തെ ഓട്ടോമൻ ഭരണാധികാരിയായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇസ്മത്ത് പാഷ ഓർ ഇസ്മത്ത് ഇനേനു വാസ് ദ ചീഫ് ടർക്കിഷ് നെഗോഷിയേറ്റർ അറ്റ് ദി കോൺഫറൻസ് ദാറ്റ് ഓപ്പൺ ഇൻ നവംബർ 1922. അങ്ങനെ നവംബർ മാസത്തോടുകൂടെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു കോൺഫറൻസിലേക്ക് തുർക്കിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്മത്ത് പാഷ എന്ന് പറയുന്ന വാർ മിനിസ്റ്റർ ഇസ്മത്ത് ഇനേനുവാണ് പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ട്രീറ്റി കണ്ടെയ്ൻ a recognition of Turkish sovereignty in its current borders by the Allies in exchange to an official waiver of Turkish claim to the rest of the former Ottoman Empire. അങ്ങനെ ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്ന ചർച്ചകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉടമ്പടിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അതുപ്രകാരം തുർക്കി സോവർണിറ്റിയെ, പരമാധികാരത്തെ അംഗീകരിച്ച് കൊടുക്കാൻ അലീഡ് പവേഴ്സ് തയ്യാറാവുന്നു. നിലവിൽ തുർക്കിയുടെ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രദേശങ്ങളെയൊക്കെ തുർക്കിയിൽ പരമാധികാരം, തുർക്കി ഭരണകൂടത്തിന് സ്വാധീനമുണ്ടാകുമെന്നുള്ളത് അവർ ഉറപ്പിക്കുന്നു. ദെൻ അതിന് ബദലായിട്ട് ഇൻ എക്സ്ചേഞ്ച് ടു ആൻ ഒഫീഷ്യൽ വേവ് ഓഫ് തുർക്കിഷ് ക്ലൈം ടു ദി റെസ്റ്റ് ഓഫ് ദി ഫോർമർ ഓട്ടോമൻ എംപയർ. അതിന് ബദലായിട്ട് ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ
ഇപ്പോൾ തുർക്കിയുടെ കൈവശമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനോ രാഷ്ട്രീയ നിയന്ത്രണം വരുത്താനോ ക്ലൈം ചെയ്യാനോ തുർക്കി മുന്നോട്ട് വരരുത് എന്നുള്ളതായിരുന്നു അതിനൊരു മറുവായിട്ടുള്ള പ്രതിവിധി എന്ന് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളത്. വാട്ട് ഈസ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ട്രീറ്റി? പ്രധാനമായിട്ടുള്ള ഈ ട്രീറ്റിയുടെ നിബന്ധനകളും കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് ഓഫ് ട്രീറ്റി റെഗുലേറ്റ് യൂസ് ഓഫ് ദി സ്ട്രൈറ്റ് ജനറൽ സൂപ്പർവൈസറി പവേഴ്സ് were given to the Strait Commission under League of Nations. അതുപ്രകാരം ഒന്നാമതായിട്ട് നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈറ്റ് കടലിലേക്ക് ഡെർണലസ് ഏരിയ ഒരു അന്തർദേശീയ കമ്മീഷനിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നിയന്ത്രണം ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആഗോള കൂട്ടായ്മക്ക് ആയിരുന്നു താനും. അപ്പോൾ ഈ സ്ട്രൈറ്റ് കടലിടുക്ക് ഉപയോഗപ്പെടുത്താനുള്ള യുദ്ധ സൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സഞ്ചാര വാണിജ്യ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള പരമാധികാരം അതല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നത് ഒരു അന്തർദേശീയ സമിതിക്കാണ്. സമിതി ലീഗ് ഓഫ് നേഷൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ദിസ് ഏരിയ വാസ് ഡീമിലിറ്ററൈസ്ഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി അലീഡ് വിഡ്രോവൽസ്. മാത്രമല്ല അലീഡ് വിഡ്രോവൽസിന് ശേഷം അവരുടെ സൈനിക പിന്മാറ്റത്തിന് ശേഷം പിന്നീട് തുർക്കിയുടെ സൈന്യം അതിന് നിയന്ത്രണം ഉണ്ടാവരുത്, അതൊരു ഡീമിലിറ്ററൈസ്ഡ് ഏരിയ ആക്കിയിട്ട് ഒരു അന്തർദേശീയ നിയന്ത്രണമുള്ള ഏരിയ ആക്കിയിട്ട് മാറ്റണം എന്നുള്ളതായിരുന്നു. പ്രത്യേക സൈനിക നിബന്ധനകളോ നിയന്ത്രണങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ സുരക്ഷിതത്വം ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ നേരത്തെ നാം പറഞ്ഞ ഈ സ്ട്രൈറ്റ് കമ്മീഷൻ്റെ കീഴിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. തുർക്കി വാസ് ടു ഹോൾഡ് ദ പ്രസിഡൻസി ഓഫ് ദി കമ്മീഷൻ. തുർക്കിയാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രസിഡൻഷിപ്പിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. റഷ്യ അതിനകത്തൊരു മെമ്പറായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. The capitulations and foreign administration of the Ottoman public debts which infringed the sovereignty of Turkey were abolished. മറ്റൊന്ന് തുർക്കിയുടെ മേൽ സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന ഈ വിദേശ നിയന്ത്രണങ്ങൾ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തുന്നു എന്നുള്ളതാണ്. അത് പ്രകാരം തുർക്കിയുടെ പൊതുകടങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുന്നു. ദെൻ തുർക്കിയുടെ ഒരു സോവറിനിറ്റി അംഗീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം അനാവശ്യ ഇടപെടലുകളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നു അലീഡ് പവേഴ്സ്. തുർക്കി അസ്യൂംഡ് 40% ഓഫ് ഓട്ടോമൻ ഡെപ്റ്റ് റിമൈനിങ് വേർ അപ്പോർഷൻ അമംഗ് ദി ഫോർമർ ഓട്ടോമൻ ടെറിട്ടറീസ്. 40% തുർക്കിയുടെ കടം തുർക്കി ഗവൺമെൻറ് വീട്ടുകയും ബാക്കി 60% കടങ്ങൾ നിലവിൽ തുർക്കിയുടെ ഭാഗമല്ലാത്ത ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നികത്തുകയും വേണമെന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു ട്രീറ്റി ഓഫ് ലോസറിനെ മുന്നോട്ട് വെച്ച ഒരു പ്രൊവിഷൻ എന്നുള്ളത്. തുർക്കി വാസ് ഓൾസോ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ലോ താരിഫ് ഓൺ ഇമ്പോർട്ട്സ് ഫ്രം സിഗ്നിറ്ററി പവേഴ്സ് അണ്ടിൽ 1929. മാത്രമല്ല 1929 വരേക്ക് ഇറക്കുമതി തീരുവ ചെറിയ തീരുവ ഈടാക്കണമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഈ ലോസന്ന ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഇറക്കുമതി നയം പ്രത്യേകമായി രൂപപ്പെടുത്തും. 1929 വരേക്ക് അത് അംഗീകരിക്കണമെന്നുള്ളതായിരുന്നു ലോസന്നയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന എന്നുള്ളത്. ഇറ്റ് ഓൾസോ എ ഡിമാൻഡ് ഫോർ ദ ട്രീറ്റി reaffirmed the equality of Muslim and non-Turkish nationalists. തുർക്കിയിലെ മുസ്ലിം പൗരന്മാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ദേശങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതര ജനവിഭാഗങ്ങൾ തമ്മിലൊരു സമത്വം ട്രീറ്റി ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. തുർക്കി ആൻഡ് ഗ്രീസ് agreed to mandatory exchange of their representative minorities with the exception of some Greeks in Istanbul. അതേപോലെ തന്നെ നിലവിലെ തുർക്കിയുടെ ഭാഗമല്ലാത്ത ഓട്ടോമൻ തുർക്കിയുടെ ഭാഗമായിരുന്ന എന്നാൽ ഇപ്പോൾ പുതിയ റിപ്പബ്ലിക്കൻ തുർക്കിയുടെ ഭാഗമല്ലാത്ത പ്രദേശങ്ങളിൽ തുർക്കി പൗരന്മാരെ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നതിനും അതിന് ബദലായിക്കൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ ഗ്രീക്ക് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിലാകെ ഗ്രീക്ക് പൗരന്മാർ ചില ആളുകൾ ഇസ്താംബൂളിൽ സെറ്റിലായിരുന്നു, അവരൊഴികെ മറ്റുള്ളവരെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള ഒരു നിബന്ധന കൂടെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓൺ October 29 October 1923 Grand National Assembly GNA proclaimed the Republic of Turkey. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ പ്രകാരം തങ്ങളുടെ പരമാധികാരം തിരിച്ച് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ October 29 1923 GNA തുർക്കിയെ ഒരു തുർക്കിഷ് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അതോടുകൂടെ തുർക്കിയിൽ ഇനി ഒരു സുൽത്താനേറ്റ് ഭരണമോ അല്ലെങ്കിൽ ഒരു കാലിഫേറ്റ് ഭരണമോ ഇല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. അതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ്റിന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്.
സോ മുസ്തഫ കമാൽ അത്താതുർക്ക് വാസ് നെയിംഡ് ആസ് ഇറ്റ്സ് ഫസ്റ്റ് പ്രസിഡന്റ്. റിപ്പബ്ലിക്കൻ തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് അത്താതുർക്കിനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ പുതിയ ഒരു യുഗം, ഒരു രാഷ്ട്രീയ പുലരി തുർക്കിയിൽ രൂപപ്പെടുന്നു. ഈ ഒരു സെവറസ് ട്രീറ്റിക്ക് ശേഷമുള്ള രാഷ്ട്രീയ രൂപങ്ങളും പിന്നീട് ലോസന്നെ ട്രീറ്റി ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തോടുകൂടെ എന്നുള്ളതാണ്. വളരെ വിശദമായിട്ടുള്ള എസ് ടൈപ്പ് മേഖലയാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഓൾ.